ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നിലവിൽ പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് ഉള്ളിയാണ് പറഞ്ഞത്. പിന്നെ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്തുണ്ടല്ലോ, നിലവിൽ നമുക്ക് വണ്ടിക്ക് ബ്രേക്ക് തീരെ ബ്രേക്ക് കുറവാണ്. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്റർ കംപ്ലയിൻ്റ് ആയിട്ട്, കേബിൾ കംപ്ലയിൻ്റ് ആയിട്ട് വണ്ടി ഓവറായിട്ട് റൈസ് ആയി. നമ്മൾ ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിൽ പോലും തന്നെ വണ്ടി പോകുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ അത്രയാണ് നമുക്ക് ഓടിച്ചപ്പോൾ കിട്ടിയത്. പിന്നെ ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന്. അത്രയാണ് മെയിനായിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തോടെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഇതുമ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്ന ബ്രേക്ക് ലൈനർ ഉണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ടിലത്തെ ആയാലും ബാക്കിലത്തെ ആയാലും ബ്രേക്ക് ലൈനർ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. ഇങ്ങനത്തെ ലൈനർ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഈ ഹബിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് മൊത്തം തുരുമ്പിട്ടൊരവസ്ഥയിലാണ് ഇരിക്കുക. ഈ ഹബ്ബ് ഫുള്ള് തേമാനം വന്നു പോയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മൊത്തത്തിൽ തേമാനം വന്നിട്ട് ഇപ്പോൾ നമ്മൾ പുതിയ ലൈനർ ഇട്ടാൽ പോലും ആ ഹബ്ബുമ്മേ നമുക്ക് ബ്രേക്ക് കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഹബ്ബ് നിൽക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ലെയ്ത്തി കയറ്റി കട്ട് ചെയ്യാമെന്ന് വെച്ചാലും ഇത് അത്രയ്ക്കും എടുത്തു പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യലും പോസിബിൾ അല്ല. നമുക്ക് ഈ ഹബ്ബ് മാറ്റാനാണ് പറ്റുള്ളൂ. സെയിം ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഫ്രണ്ട് ഹബ്ബിനും വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചു തരാം. ഇത് ശരിക്കും ഇതിൻ്റെ കമ്പനി നമുക്ക് ഒറിജിനൽ ലൈനറുകൾ ഉപയോഗിക്കണമാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, മൊത്തം തുരുമ്പിട്ട ഒരവസ്ഥ പോലെയാണ് ഹബിൻ്റെ അവസ്ഥ. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ഔട്ടർ വലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക് കേബിൾ മാറ്റിയതിന് ശേഷം ബ്രേക്ക് ലൈനറും ഹബ്ബും മാറ്റിയാലാണ് നമുക്ക് ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൽ വന്ന ഓയിലും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യണം, ഗിയർ ഓയിൽ മാറ്റണം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു. അപ്പോൾ ഫുള്ള് പൊടി കയറി നല്ലോണം ബ്ലോക്കാണ്, ഫുൾ ബ്ലോക്കാണ് കേട്ടോ, മൊത്തം പൊടി കയറി ബ്ലോക്കായിരിക്കുകയാണ്. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കൂടെ പ്ലഗും മാറ്റണം. പ്ലഗിൻ്റെ പോയിൻ്റൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഫുള്ള് എൻ്റെ എൻഡിലേക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ, പ്ലഗ്, സെക്കൻഡറി ഫിൽറ്റർ, ഈ മൂന്നായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തിടണം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ്. നമുക്ക് തന്നെയല്ല, നമുക്ക് ഈ സൈഡ് ഓയിലിലേക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ജനറൽ സർവീസിലുള്ള വർക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജനറൽ സർവീസിൽ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ചാനാണ്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ഇവിടെ ലീക്കാണ്. ഓയിൽ ലീക്കായിട്ട് മൊത്തം ഓയിലിൽ കുതിർന്നൊരവസ്ഥയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. വീഡിയോയിൽ കണ്ടാൽ അറിയാം, ഇതിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം ഓയിൽ കയറിയിട്ട് ഓയിൽ കുതിർന്നൊരവസ്ഥയിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് കംപ്ലയിൻ്റ് ഒന്നുമില്ല, നമുക്ക് ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ ആയാലും ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ ആയാലും അത്യാവശ്യം ഇടയ്ക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. അതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കരിയൊക്കെ ഈ പൊടിയൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ അട്ടി കണക്കെ ഇരിക്കുക, അതേപോലെ തന്നെ ഇളകി പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് ആ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വിടണം. കാരണം പൊടിയൊക്കെ വരുന്നത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് ഇടയ്ക്ക് 4 മാസമൊക്കെ കൂടുമ്പോൾ കയറ്റിയിട്ട് അതിൻ്റെ സർവീസ് ചെയ്യേണ്ടതാണ്. ഇതെനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ചെയ്യലില്ല. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ തന്നെ വേറെ പാർട്സുകളൊക്കെ ഉണ്ട്, വേരിയേറ്റർ ബോഡിയൊക്കെ. ഇതൊക്കെ ചെറിയ തേമാനമുണ്ട്, ചെറിയ സൗണ്ടിന് വരാനുള്ളൊരു സാധ്യതയുണ്ട്. തൽക്കാലം നമുക്ക് ഇത് തന്നെ ക്ലീൻ ചെയ്തിടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഉപയോഗിക്കുക, അതിന് ശേഷം കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. പിന്നെ ഇതിനകത്ത് തന്നെ ഈ ഒരു ബുഷ്, പ്ലാസ്റ്റിക്കിൻ്റെ ബുഷൊക്കെ നല്ല രീതിയിൽ ഓവലായി പോയേക്കാണ്. ഈ സൈഡൊക്കെ ചെറിയ പൊട്ടാറായ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടണം. പിന്നെ ഇവിടെ ഓയിൽ ലീക്കിൻ്റെ ഈ കവറിൻ്റെ ഇവിടെയൊക്കെ ഓയിൽ വന്നിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം ഓയിലാണ്, അതാണ്ട കവറിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് പോയേക്കാം. ഈ സൈഡ് മൊത്തം ഓയിൽ ലീക്കാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കവർ അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഗ്യാസ്കറ്റൊക്കെ മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. നിലവിൽ ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുമ്പോൾ ചോക്ക് വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല, ഫ്രീ ആണ്. പക്ഷേ ആക്സിലേറ്റർ കേബിൾ ഫുൾ സ്റ്റക്കായ അവസ്ഥയിലിരിക്കണം കേട്ടോ. ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറ്റിയിടേണ്ടി വരും. എയർ ഫിൽറ്ററും പ്ലഗ് ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ കാർബറേറ്ററിൻ്റെ ഭാഗം കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ അത് അഴിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് നിലവിലില്ല. നമുക്കത് അഡീഷണൽ പേ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ചെയ്തു പോകേണ്ടതായിട്ട് വരും കേട്ടോ. എന്നാലാണ് വർക്ക് നീറ്റാവുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തേക്ക് അവസ്ഥ ഉണ്ടായാലേ ഫുള്ള് ചെളി കയറിയിട്ട് മൊത്തം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയാണ്. അപ്പോൾ ഇതൊന്ന് ഓപ്പണായിട്ടൊന്ന് അഴിച്ച് കഴുകുകയാണെങ്കിൽ നന്നായിരിക്കും. ഫുള്ളായിട്ടൊന്ന് കഴുകിയതിന് ശേഷം റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പെയിൻ്റ് അടിച്ച് നീറ്റാക്കി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നമുക്ക് സമയം വേണം, ഇന്നത്തേക്ക് തീരില്ല. നാളെ മതിയെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു പോകാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കിൻ്റെ അടിഭാഗം വന്നിട്ട് നെക്കൊക്കെ ഒടിഞ്ഞു പോയേക്കാണ്. ഓയിലുണ്ട്, അപ്പോൾ നമുക്ക് ആ കുറവുള്ളത് മാത്രം ഒഴിച്ചാൽ മതി. ആ സൈഡ് ലീക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് ഓയിൽ ലെവൽ കുറവുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓയിൽ ലെവൽ കുറവുള്ളത് ടോപ്പ് ചെയ്താൽ മതി. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്നത് ഈ വരുന്ന ഭാഗത്ത് തന്നെ സ്പോഞ്ച് പോലത്തെ, അത് മൊത്തം പൊടിഞ്ഞൊരവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി അറിയാം, ഇവിടെയൊക്കെ ഫുൾ അഴുക്കാണ്, നല്ല രീതിയിൽ ചെടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ.
പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ ബുഷുകളൊക്കെ പോയി കിടക്കാം. ലിങ്കിൻ്റെ ബുഷൊക്കെയാണത് മൊത്തം പോയി കിടക്കണം. ഫ്രണ്ട് ഇതിങ്ങനെ നല്ല ഷെയ്ക്ക് കാണിക്കണം. അപ്പോൾ അത് ബുഷ് സെറ്റുകളൊക്കെ മാറ്റിയിട്ടിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാം. ഓൺ സെറ്റിന് വേറെ കംപ്ലയിൻ്റ് ഇല്ല. ഫ്രണ്ടിലത്തെ ലൈനറും കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. സെയിം കംപ്ലയിൻറ്റ് തന്നെയാണ് ഫ്രണ്ടിലത്തെ ഹബിനും വന്നേക്കുന്നത് കേട്ടോ. ബാക്കിലത്തെ ഫുള്ള് എടുത്ത് പോയി. ഫ്രണ്ടിലത്തെ നോക്കുമ്പോൾ അറിയാൻ ചെയ്യാം മൊത്തം സ്ക്രാച്ചായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറുകൾ ഉപയോഗിക്കുമ്പോൾ വന്ന മിസ്റ്റേക്കാണത് കേട്ടോ. അതൊക്കെ കമ്പനി ഒറിജിനൽ പാർട്സ് നിസ്സാര റേറ്റ് വേരിയേഷനാണ് വന്നോളൂ. ഇതിപ്പോൾ നിങ്ങൾ മാറ്റുമ്പോൾ ഏകദേശം 100-300 എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ രീതിയുടെ നമുക്ക് 260 രൂപയ്ക്കാണ് ലൈനറിന് വന്നെ ഒറിജിനൽ. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഫിറ്റിംഗ് ചാർജാണ് വന്നോളൂ. അപ്പോൾ നിസ്സാര വ്യത്യാസമാണ് നിങ്ങൾക്ക് വന്നോളൂ. ഒറിജിനൽ ഇടണമാണ് ഏറ്റവും ബെറ്റർ എപ്പോഴും. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഹബിനും കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റ് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ആയാലും ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക് കേബിളുകൾ നമുക്ക് 3 കേബിളുകളാണ് വരാം. 3 കേബിൾ മാറണം. ഫ്രണ്ടിലത്തെ ഹബ്ബും ബാക്കിലത്തെ ഹബ്ബ് ചേഞ്ച് ചെയ്തിടാനുണ്ട്. ആക്സിലേറ്റർ കേബിൾ കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ നോക്കി. ബാറ്ററി 2024 ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണേ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.25 വരെ വന്നിട്ടുണ്ട്. എന്നാലും ബാറ്ററിയുടെ ഭാഗത്തൊന്നും വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ ലെഫ്റ്റ് സൈഡിൽ മിറർ കിടന്നത് ഇതേപോലെ കിടന്ന് ലൂസായി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയിടുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഡിയോൻ്റെ പുതിയ ആക്റ്റീവയുടെ മോഡൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചോന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു കംപ്ലയിൻ്റ് അതിന് വരില്ല. അത് പൊട്ടിക്കഴിഞ്ഞാൽ മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ അത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കേണ്ടി പറയണം കേട്ടോ. ഞാൻ എസ്റ്റിമേറ്റിന് അത് ഉൾപ്പെടുത്തുന്നില്ല. കാരണം അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പം നിലവിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻ്റ് ഉള്ള പാർട്സുകളുടെ ഡീറ്റെയിൽസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഡാമേജുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. നിങ്ങൾ പറയുന്നതനുസരിച്ചിട്ടാണ് എന്തെങ്കിലും നമ്മൾ ചെയ്യുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാർട്സുകൾ ഡാമേജുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം റിപ്ലൈ ചെയ്യാം. പിന്നെ വാട്ടർ സർവീസ് ഇതേപോലെ അഴിച്ചൊക്കെ കഴുകുന്നുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്കത് എവിടെയെങ്കിലൊക്കെ തുരുമ്പുണ്ടാവും. നമുക്ക് ചെളി പിടിച്ചിരിക്കുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ അത് പെയിൻറ്റൊക്കെ ടച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇടയ്ക്ക് തന്നെ ഇതിനൊക്കെ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ചേസൊക്കെ തുരുമ്പിട്ട് ഒടിഞ്ഞു പോകുന്ന സമയത്തൊക്കെയാണ് നമ്മൾ അറിയുള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യും. അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും. കാരണം ഈ സൈഡൊക്കെ ഇവിടുത്തെ ഫ്ലാപ്പൊക്കെ പോയിട്ട് ചെളി മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കയറാണ്. അപ്പോൾ വാട്ടർ സർവീസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ട്യൂബിൻ്റെ പീസ് കട്ട് ചെയ്തിട്ടേ ഇവിടെ ചെളി കയറാത്ത രീതിയിലൊരു ഫ്ലാപ്പ് പോലെ സെറ്റ് ചെയ്ത് നമുക്കത് കവർ ചെയ്തൊക്കെ വയ്ക്കാം. കാരണം ഇനി അങ്ങോട്ടേക്ക് മഴയാണ് വരാൻ പോവുക. അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് പ്രോബ്ലംസ് വരാതിരിക്കാനായിട്ട് കഴുകുന്നുണ്ടെങ്കിലൊക്കെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്തെങ്കിലും കേട്ടോ. വാട്ടർ സർവീസ് അടക്കം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്കാണ് വണ്ടി ആവുള്ളൂ. കാരണം അതിനുള്ള വർക്ക് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.